യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ വരുന്ന ജൂലൈ 16 നടപ്പിലാക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ലോകം ഒന്നടങ്കം കാതോർത്തിരിക്കവെയാണ് സങ്കടത്തിലാഴ്ത്തുന്ന ഈ ഒരു വാർത്ത പുറത്തുവരുന്നതും. ഇതോടെ കാത്തിരിപ്പുകൾക്ക് വിരാമമാവുകയാണ്. വധശിക്ഷ നടപ്പിലാക്കാൻ പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകി കഴിഞ്ഞു. നിമിഷപ്രിയയെ തടവിൽ കഴിയുന്ന ജയിൽ അധികൃതർക്കാണ് പ്രോസിക്യൂട്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അടക്കം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ കാര്യത്തിൽ പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്ന് യമനിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയായ സാമുവൽ ജെറോം പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ രംഗത്ത് വരികയുണ്ടായി. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടരുന്നുവെന്നും ഒരു ഇന്ത്യക്കാരിയെ യമൻ മണ്ണിൽ അവിടെ കിടന്ന് മരിക്കാൻ അനുവദിക്കില്ല എന്നും അവസാനം വരെ പ്രവർത്തിക്കുമെന്നുമായിരുന്നു സാമുവൽ ജെറോമിന്റെ വാക്കുകൾ. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ സർക്കാർ തീരുമാനമെടുത്തു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസിയെ നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഗഡുവായി, അതായത് ഏകദേശം $20,000 കൂടി, അതായത് ഇവിടുത്തെ ഏകദേശം 16.60 ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങുമെന്ന് അറിയിച്ചതോടെയായിരുന്നു മോചന ശ്രമം വീണ്ടും നിലച്ചത്. ആദ്യ ഗഡുവായി $19,871 ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ 4 അഭിഭാഷകന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആകെ $40,000 ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടതെന്നും അത് 2 ഗഡുവായി തന്നെ നൽകണമെന്നും തുടക്കത്തിലെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെന്നാണ് ആ ഒരു നിലപാടിൽ തന്നെയായിരുന്നു അഭിഭാഷകൻ ഉറച്ചു നിന്നത്. ആദ്യ ഗഡു തുക വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവഴി ശേഖരിക്കുകയായിരുന്നു. ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കാനാകുകയെന്നും അതിന് മുൻകൈയെടുത്ത സേവ് നിമിഷപ്രിയ രാജ്യാന്തര ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല എന്നത് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതിയാണ്. അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടതാകട്ടെ വധശിക്ഷ തന്നെയാണ്. നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേ ആകുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി കാത്തിരിക്കുകയായിരുന്നു രാജ്യം ഒന്നടങ്കം. അതിനിടയിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതും എന്നതാണ് മറ്റൊരു വസ്തുത. പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ. തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്ക് എതിരെയുള്ള കേസ്. കൊല്ലങ്കോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയാണ് വിവാഹം കഴിച്ചതും. 2012 നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നത്. ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷപ്രിയ ക്ലിനിക്കിലും ജോലി നേടി. അതിനിടയിൽ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ തന്നെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനമെടുക്കുകയായിരുന്നു. യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ തന്നെ ക്ലിനിക്ക് ആരംഭിക്കാനാകില്ല എന്നതിനാൽ തന്നെയായിരുന്നു തലാലിനെ സഹായത്തിനായി വിളിക്കുന്നതും. അതുപോലെ തലാൽ സഹായം നൽകുകയും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ തലാലിന് കൈമാറുകയും ചെയ്തിരുന്നു. ബിസിനസ് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ തന്നെ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളും ഒത്തു തന്നെ പിന്നീട് നാട്ടിലേക്ക് തിരികെ വന്നു. പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷ മാത്രമായിരുന്നു. ബിസിനസ് പച്ചപിടിക്കുമെന്നും അതുപോലെ തലാൽ തങ്ങളെ ചതിക്കില്ല എന്നതുമായിരുന്നു ഇവരുടെ വിശ്വാസം. എന്നാൽ നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരികെ പോകാനിരുന്ന ടോമി ആകട്ടെ ഉദ്ദേശിച്ചെങ്കിലും അവിടുത്തെ യമൻ സൗദി യുദ്ധത്തെ തുടർന്നുകൊണ്ട് ആ യാത്ര മുടങ്ങുകയാണ് ഉണ്ടായത്. ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ വളരെ മാന്യമായി ഇടപെട്ടിരുന്ന മഹദി ആകട്ടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാതെ ആ ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. അതുപോലെ തന്നെ മഹദിയുമായി ചേർന്ന് ക്ലിനിക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി. അതിനുശേഷം ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം തന്നെ വിവാഹം നടത്തുകയാണ് ഉണ്ടായത്. ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവനും ഇയാൾ സ്വന്തമാക്കി. പിന്നീട് പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണമെടുത്ത് വിൽക്കുകയും ചെയ്തു. അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ പിന്നീട് ഇയാൾ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തു. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു തലാലിനെ അപായപ്പെടുത്താൻ നിമിഷപ്രിയ ശ്രമിച്ചതെന്നതായിരുന്നു നിമിഷപ്രിയയുടെ വാദം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.